മെഷ് കറന്റ് മെത്തേഡ് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് മെഷ് കറന്റ് സ്റ്റാർട്ട് ചെയ്യാനോ? കാണുന്നില്ലേ ഇത്? കണ്ടു. ഓക്കെ. മെഷ് കറന്റ് മെത്തേഡ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ മെട്രിക്സ് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് മെട്രിക്സിന്റെ കാൽക്കുലേഷൻ ചെയ്ത് അതിന് ആൻസറിലേക്ക് എത്താം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗർ വെച്ചിട്ട് ജനറൽ എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 3 ഇപ്പൊ മെഷ് എങ്ങനെ എടുക്കാന്ന് വെച്ചാല്, ഇപ്പൊ തന്നിരിക്കുന്ന ഫിഗറിൽ ഒരു വോൾട്ടേജ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 2 താഴേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിഗറിൽ ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 1 2 3 ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, താഴേക്ക് 2 കണക്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം 5 റെസിസ്റ്റൻസും ഒരു VA-യും വോൾട്ടേജ് VA-യും VB-യും. അപ്പം ഇതിന് കേസ് എടുക്കുമ്പോൾ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, കറണ്ട് എടുക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ ഫിഗറിനെയും സെപ്പറേറ്റ് കാണുന്നുണ്ട്. അപ്പൊ ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ഫിഗർ എടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാക്കാം. അപ്പൊ നമുക്ക് ഓരോ R1-നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കറണ്ട് ഉണ്ടായിരിക്കും. 3 മെഷാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ സർക്യൂട്ട്, ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്ന ഈ സർക്യൂട്ട്, ഇത് മെഷ് 1, ഇപ്പുറത്തെ രണ്ടാമത്തെ സർക്യൂട്ട് വരുമ്പോൾ മെഷ് 2, ഇത് മെഷ് 3, അങ്ങനെ 3 M1 M2 M3 3 മെഷ് ഇതിലുണ്ട് ഈ ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ എടുക്കുന്ന ഓരോ മെഷിന്റെയും കേസ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എടുക്കേണ്ടത്. കറണ്ട് ആണ് ഇതിലത്തെ ഓരോന്നിനും കറസ്പോണ്ടിങ് കറണ്ട് ഉണ്ടായിരിക്കും. അപ്പൊ കറണ്ട് ആണ് I1 I2 I3. ഇത്രയും ഫിഗറിൽ നിന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഇനി ഇതിന്റെ ഒരു മെട്രിക്സ് ഫോം എങ്ങനെ എഴുതാന്ന് വെച്ചാല്, മെട്രിക്സ് നമുക്കറിയാം M ക്രോസ് N, അതായത് 3 റോയും 3 കോളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 3 റോ 3 കോളം, ഇങ്ങനെ 3 ക്രോസ് 3 എന്ന് വെച്ചാൽ നമുക്ക് മെട്രിക്സ് റെപ്രസെന്റേഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് R-ഉം I-യും ഈക്വൽ ടു വോൾട്ടേജ്, അതായത് റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും വോൾട്ടേജ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? R×I. അപ്പൊ R × I ഈക്വൽ ടു V, വോൾട്ടേജ് കിട്ടും. അപ്പൊ ഇതിൽ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ, R-ൻ്റെത് M ക്രോസ് N ക്രോസ് N, എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണമാണ് നമുക്കിവിടെ N ആയിട്ട് പറയുന്നത്. എത്ര മെഷ് ഉണ്ടോ അതിന്റെ എണ്ണമാണ് N എന്ന് പറയുന്നത്. ഇവിടെ എത്ര മെഷ് ഉണ്ട്? M1 M2 M3. അപ്പൊ 3 മെഷസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് N എന്തായാലും വരും? ഇവിടെ 3 വരും. അപ്പൊ ഇതിന്റെ R-ന്റെ ഓർഡർ വരുന്നത് 3×3. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. ഇനി I എടുക്കുമ്പോൾ അതിന് ഓർഡർ വരുന്നത് N×1. N എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയത് 3 ആണ്, 3×1. അപ്പൊ നമുക്ക് 3×1 കിട്ടി. വിയുടെ കേസും N×1 തന്നെയാണ് വരിക. അപ്പൊ 3×1 വരും. അപ്പൊ N എന്ന് പറയുന്നത് ഇവിടെ എത്ര നമ്പർ ഓഫ് മെഷ് ഉണ്ടോ ആ മെഷിന് എണ്ണാണെന്ന് പറയുന്നത് N എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടുത്തെ N ക്രോസ് N-ൽ നമ്മളിവിടെ കൊടുക്കുന്ന N-ന്റെ എണ്ണം. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഫോമിനെ ജനറൽ ഫോമിലാക്കാൻ വേണ്ടിയിട്ട് മെട്രിക്സിന്റെ രൂപത്തിലേക്ക് റോയും കോളവും സെറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ റോയും കോളത്തിന്റെ എണ്ണം കിട്ടുന്നത് എത്ര നമ്പർ ഓഫ് M ഉണ്ടോ മെഷ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഈ N-ന്റെ വാല്യൂ കണ്ടെത്താം. അത് ക്ലിയർ ആയി. ഇനി നമുക്ക് വേണ്ടത്, സാധാരണ കേസിൽ നമ്മൾ എഴുതുമ്പോൾ ഒരു 2x മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ 2x2 ആണെങ്കിൽ 2 റോയും 2 കോളമാണ്. അപ്പൊ ഫസ്റ്റത്തെ എലമെന്റ് മെട്രിക്സിലെ ഫസ്റ്റത്തെ എലമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഫസ്റ്റ് എലമെന്റ് R ആണെങ്കിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം, അപ്പൊ R11 വരും. ഇനി അടുത്തത് ഇപ്പുറത്തെ എലമെന്റ് എഴുതുമ്പോൾ R12 ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം. പുറത്തോട്ട് വരുമ്പോൾ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളം. ഇങ്ങനെയാണ് നമ്മൾ 2x2 മെട്രിക്സ് അടയാളപ്പെടുത്താം. എലമെന്റുകൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്.
അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നോക്കിയാൽ 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും? ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റത്തെ റോയില് ഫസ്റ്റ് എലമെന്റ് വരും. ഫസ്റ്റ് റോയില് സെക്കൻഡ് എലമെന്റ് വരുമ്പോ R12. ഫസ്റ്റ് റോയില് തേർഡ് എലമെന്റ് R13. ഇനി സെക്കൻഡ് റോയിലാണെങ്കിൽ സെക്കൻഡ് റോയില് ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് റോയില് സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് റോയില് തേർഡ് എലമെന്റ്. ഇനി തേർഡ് റോയില് ഫസ്റ്റ് എലമെന്റ്, തേർഡ് റോയില് സെക്കൻഡ് എലമെന്റ്, തേർഡ് റോയില് തേർഡ് എലമെന്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മെട്രിക്സിലെ എലമെന്റുകൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആ ഒരു ഫോർമാറ്റ് നമ്മൾ ജനറൽ ആയിട്ട് എഴുതി. ഇത് ക്ലിയർ ആണോ ഫോർമാറ്റ്? ക്ലിയർ ആയി. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഐ ആണ്. ഐ കറണ്ട് ആണ്. കറണ്ട് എന്ന് വെച്ചാൽ 3x1 ആണ്. അപ്പൊ എത്ര ഉണ്ടാവണം? 3 റോ ഉണ്ടാവണം, ഒരു കോളം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു കോളേ ഉള്ളൂ. 3 റോ എന്ന് പറയുമ്പോൾ I1, I2, I3. അങ്ങനെ നമുക്ക് ഇത് സെറ്റ് ആയി. ഐ ക്ലിയർ ആണോ? ഇനി വോളിയം എഴുതുമ്പോഴും വോളിയം 3x1 ആണ്. അപ്പൊ 3 റോയും 1 കോളവും. 3 റോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 റോ വന്നു ഒറ്റ കോളം. ഇതിന്റെ ജനറൽ ഫോമിലാക്കി നമ്മൾ. ഇതെല്ലാം ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് പഠിക്കണം. ഫില്ല് ചെയ്യാനായിട്ട് R11 അതുപോലെ R22, R33, അതായത് ഈ ഡയഗണൽ എലമെന്റിൽ വരുന്ന ഡയഗണലാണ് R11, R22, R3 എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ് ആണ്. അപ്പൊ ഈ ഡയഗണൽ വരുന്ന എലമെന്റുകൾ എടുക്കുമ്പോൾ, അതായത് ഈ ഡയഗണൽ എലമെന്റ് എടുക്കുമ്പോൾ, അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഡയഗണൽ എലമെന്റ് ഒക്കെ എന്താക്കാം? പോസിറ്റീവ് ആക്കാം. ക്ലിയർ ആണോ? ഡയഗണൽ എലമെന്റ് എല്ലാവരും പോസിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എടുക്കുന്നത് തെറ്റാണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് R11, അപ്പൊ ഒന്ന് സെൽഫ് R ഓർ സം ഓഫ് ഓൾ RS ഇൻ M1. M1 എല്ലാ എലമെന്റുകളും ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? R1 plus R2. R1 plus R2 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. R22 എന്ന് പറയുമ്പോൾ 2. അപ്പൊ 2ഉം 3ഉം 2ഉം 3ഉം വരുമ്പോ 2 plus 3 plus 4. അപ്പൊ 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R22ന്റെ എലമെന്റ് കിട്ടും. അതുപോലെ R33 എന്ന് പറയുമ്പോൾ 4ഉം 5ഉം മനസ്സിലായില്ല. ആഡ് പ്രോബ്ലം വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവും. ഏതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളോട് പറഞ്ഞ ഇക്വേഷൻ ഫോർമുല പോലെ ഒരു ജനറൽ ഫോർമുല നമ്മൾ എഴുതുകയാണ് ഈ വാല്യൂവിനെ കണ്ടെത്താൻ വേണ്ടി. അതായത് ഈ R11 വാല്യൂ എങ്ങനെയാ വരുമെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്നത് R1ഉം R2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. R2 ആണെന്നുണ്ടെങ്കിൽ R2ഉം R3ഉം R4ഉം 4, അതായത് ഈ ഓരോ ഫിഗറിൽ, ഈ ക്വസ്റ്റ്യന്റെ ഫിഗർ അനുസരിച്ചാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ R1ഉം R2ഉം കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് M1 കിട്ടുന്നത് അല്ലേ? ഈ ഒരു R1 R2 ആഡ് ചെയ്യുന്നു. ഇതിൽ വരുമ്പോ നോക്കിയേ R2, R3, R4, R2, R3, R4 മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക്, അതാണ് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കാൻ പറഞ്ഞത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് R1 വരും. ഇവിടെ R1 എടുത്തു. സെക്കൻഡ് ഇനി ഇതിൽ വരുന്നത് R2 ആണ്. ഇത് മാത്രമാണ് ഇത് രണ്ടിലും കോമൺ അല്ല, ഈ ഒറ്റ ഫിഗറിൽ ഈ ഒരു മെഷിന്റെ കേസ് എടുക്കുമ്പോൾ അതിൽ വരുന്നത് R1ഉം പ്ലസ് R2 മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ എന്ത് ചെയ്യുക? R11 എടുത്തു വയ്ക്കാം. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓരോ ഫിഗറിനനുസരിച്ചേക്കും വരാം. ഇനി R22 വരുമ്പോ R22 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഫിഗറാണ് വരിക. ഇവിടെ നമുക്ക് R3 ഉണ്ട്, ഇവിടെ R4 ഉണ്ട്, അതുപോലെ R2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? R2 പ്ലസ് R3 പ്ലസ് R4 വരും. ഇനി R33 ആണ് 3. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ വരുമ്പോൾ എന്തൊക്കെ മാത്രമേ ഉള്ളൂ? R5ഉം R4ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് R4 പ്ലസ് R5 എന്ന് കൊടുക്കാം. അപ്പൊ ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതായത് സെൽഫായിട്ട് ആ ആറിൽ വരുന്ന ഓൾ സമ്മ്, എല്ലാ ആറുകളുടെയും സമ്മ്. അപ്പൊ നമുക്ക് R12ഉം R2, R3, 4 അങ്ങനെ R4, 5. അപ്പൊ നമുക്കിത് ഡയഗണലുള്ള എലമെന്റ് എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ പോസിറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കാം. അപ്പൊ ഇത് ആഡ് ചെയ്ത് പോസിറ്റീവ് വാല്യൂസ് ഡയഗണലിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത വരണം എങ്ങനെയാണെന്ന് വെച്ചാല്, ഇനി രണ്ടെണ്ണം നമുക്ക് നോക്കിയേ. ഈ R12ഉം R21, ഈ R12ഉം R21 ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് പറയുന്നത്. അത് കോമൺ ആണ്, മ്യൂച്വൽ ആയിട്ട് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇതും എന്താണെന്ന് പറയുന്നത്? ഈക്വൽ ആയിട്ട് എടുക്കുക. അതായത് നമ്മുടെ ഇങ്ങനെ വരുന്ന കേസുകളൊക്കെ ഇപ്പൊ നമുക്ക് ഡയഗണൽ എലമെന്റ് അല്ല, നമ്മൾ എന്ത് ചെയ്തെടുത്തു? പോസിറ്റീവ് ആയിട്ട് എടുത്ത് അതിന് ഓരോന്നിനും വാല്യൂ കിട്ടി. ഇനി വരുന്നത് ഈ R12 ഈക്വൽ ടു R21 ആയിരിക്കും. അതുപോലെ R13 ഈക്വൽ ടു R31 ആയിരിക്കും. അതുപോലെ R32 ഈക്വൽ ടു R23.
അത് ഈ ഓപ്പോസിറ്റ് നമ്പേഴ്സ് പറഞ്ഞത് സെയിം നമ്പർ വരുന്നത് ഡയഗണലാണ്, അത് നമുക്ക് കിട്ടി. ഇനി ഓപ്പോസിറ്റ് വരുന്ന നമ്പേഴ്സ് ഒക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും വരിക. അതാണ് നമ്മൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്താല് എളുപ്പത്തിൽ ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ തെറ്റില്ല. അപ്പൊ ഈ ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നതിന്റെ ഇതിൽ കോമൺ ആയി ഇതിൽ എങ്ങനെയാണ് ഫിഗർ ചെയ്ത് എടുക്കാന്ന് വെച്ചാൽ ഇത് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ആയിരിക്കും വരാം. ഇതിൽ കോമൺ ആയിട്ട് എലമെന്റ് ഏതാന്ന് നോക്കിയേ. ഇപ്പൊ ഈ R1നും ഈ M1നും M2ലും കോമൺ ആയിട്ട് വരുന്നത് ഈ R2 മാത്രമാണ് അല്ലെ? ഈ R2 അല്ലേ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്. അതേപോലെ ഈ M2നും M3ക്കും കോമൺ ആയിട്ട് വരുന്നത് R4 ആണ് അല്ലെ? അപ്പൊ ഇപ്പൊ ഇവിടെ ആൻസറിലേക്ക് എത്തിച്ചേക്കും. നമ്മുടെ R1ഉം R2ഉം കോമൺ വരുന്നത് R2 ആണ്. അതുപോലെ R23ക്കും R32നും കോമൺ വരുന്നത് R4 ആണ്. പക്ഷെ R3യും 1ഉം R13യും കോമൺ ആയിട്ടില്ല. അതായത് ഈ സൈഡും ഈ അറ്റത്താണ് R3. ഈ R3ക്കും R1ഉം കോമൺ ആയിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് അത് 0 ആവും. അപ്പൊ R1നും R2നും ഈക്വൽ ആയിട്ട് വരുന്നത് ഈ R2 വരും. അതുപോലെ R2നും R3ക്കും ഈക്വൽ ആയിട്ട് വരുന്നത് ഈ R4 വരും. പക്ഷെ ഈ R1നും R3ക്കും കോമൺ ആയിട്ട് വരില്ല. ഇതിനായിട്ട് കണക്ഷൻ ഇല്ല. കണക്ഷൻ ഉണ്ടെങ്കിലല്ലേ കോമൺ ആയിട്ട് ഒരു വാല്യൂ വരുള്ളൂ. ഒരു റെസിസ്റ്റർ കണക്ഷൻ ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ മൂന്നാമത്തെ കേസിന്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് എടുക്കാം. R13യുടെയും R23യുടെയും അതാണ് ഇവിടെ 0 വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ സൈൻ ഇവിടെ വരുമ്പോൾ രണ്ടിന്റെയും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ R2 നെഗറ്റീവ് കൊടുത്തു, R4 നെഗറ്റീവ് കൊടുത്തു. ഇത് ക്ലിയർ ആയോ? ഇനി നമുക്ക് V1ഉം V2ഉം V3 ആണ് കാണുന്നുണ്ടെങ്കിൽ സിഗ്മ ഓഫ് V1 ഇൻ M1, അതായത് V1ല് V1ഉം V2ഉം V3. V1 ആയിട്ട് വരുമ്പോൾ നോക്കിയാൽ M1ല് വരുന്ന വോൾട്ടേജുകളുടെ സമ്മ്. M1ല് വോൾട്ടേജ് വരുന്നത് ആകെ ഒരെണ്ണമുള്ളൂ, ഈ VA മാത്രമേ ഉള്ളൂ. M1ല് വോൾട്ടേജ് VA മാത്രമേ ഉള്ളൂ. അതുപോലെ M3ല് വോൾട്ടേജ് VB മാത്രമേ ഉള്ളൂ. പക്ഷെ M2ന് വോൾട്ടേജ് ഇല്ല, അപ്പൊ അതും 0 ആയിട്ട് വരും. ഇതാണ് ഈ 3 കേസ് വോൾട്ടേജിന്റെ കേസ് പറയുന്നത്. V1, V2, V3. അപ്പോൾ ഇവിടെ V1ഉം V2ഉം V3ക്ക് എന്താ കൊടുത്താൽ മതി? V1 കേസിൽ വരുമ്പോൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ ജനറൽ ഫോമിന്റെ ആ ടേബിളിലേക്ക് നമ്മൾ വാല്യൂസ് ഇടുമ്പോൾ ഈ V1, V2, V3, അതായത് ഈ കോളായിരുന്നു V1, V2, V3യുടെ കോളം. അപ്പൊ V1ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? VA വരും. VBയുടെ സ്ഥാനത്ത് VB വരും. അത് മനസ്സാൻ പറഞ്ഞുതരാം. V2ന്റെ സ്ഥാനത്ത് 0 വരും. വാല്യൂ ഇല്ല. V2ന് വോൾട്ടേജ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് അതിന് വാല്യൂ 0 കിട്ടി. ഇനി ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം ഇവിടുത്തെ എൻട്രിങ് റിലീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് വരാൻ നോക്കാം. അതായത് ഇവിടുത്തെ സൈൻ പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഈ പോസിറ്റീവ് സൈനിൽ കൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് കൊണ്ട് ഈ കേസ് എന്ത് വരും? ഫസ്റ്റത്തെ V1ന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് വരും. പക്ഷെ ഇവിടെ VB എന്ന് പറയുന്നത് ഇവിടെ ഇത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ താഴേക്ക് വരുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അങ്ങനെയാണ് ഈ VB നെഗറ്റീവ് വരുന്നതും VA പോസിറ്റീവ് വരുന്നതും. ഇത് ക്ലിയർ ആണോ? ഇനി ഇതൊക്കെ നമുക്ക് ടേബിളിലേക്ക് കൊടുക്കാം. ഇപ്പൊ I1, I2, I3യുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് അങ്ങനെ തന്നെ കൊടുത്തു. ആ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അപ്പൊ I1, I2, I3 അങ്ങനെ എഴുതി. വോൾട്ടേജിന്റെ കേസ് ഇവിടെ നിന്ന് കിട്ടിയ VAയും മൈനസ് VBയും കൊടുത്തു. V2ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഈ വോൾട്ടേജിന്റെ കേസും സെറ്റായി. ഇനി നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ച ടേമുകൾ ഇതിലേക്ക് ആക്കി കൊടുക്കാം. അതായത് R12ലും R21ലും ഇരിക്കുന്ന വാല്യൂ കോമൺ ആയിട്ട് മൈനസ് R2, അത് ഈ വാല്യൂ. ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് ആണ് ഇപ്പുറത്ത് വരുന്നത്. അതായത് R12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം, ഇത് R21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം. അത് രണ്ടോടത്തും നമുക്ക് എന്ത് കിട്ടി? മൈനസ് R2 എന്ന് കിട്ടി. അതവിടെ കൊടുത്തു. പിന്നെ നമുക്ക് വരുന്നത് R13ലും R31ലും വാല്യൂസ് 0 ആണെന്ന് പറഞ്ഞു. അപ്പൊ R13 ഇത് R31ല് 0 കൊടുത്തു. പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയ ഡയഗണലിൽ കിട്ടിയ വാല്യൂസ് മുഴുവൻ ഡയഗണൽ ആദ്യം കിട്ടിയ ഡയഗണൽ വാല്യൂ ഇത് കൊടുത്തു, സെക്കൻഡ് 2ല് കൊടുത്തു, 3ല് കൊടുത്തു. ഇങ്ങനെ നമുക്കൊരു മെട്രിക്സ് രൂപത്തിൽ കിട്ടി. സാധാരണ ഈ കേസ് നമ്മൾ +2ന് മെട്രിക്സിന്റെ ഇവിടെ ഒരു ഐഡന്റിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ I1, I2, I3യുടെ വാല്യൂ നമുക്ക് കണ്ടെത്താം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ നേരിട്ട് എന്ന് വെച്ചാൽ കാൽക്കുലേറ്ററിൽ ഇത് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യണമെന്നില്ല. നേരിട്ട് കാൽക്കുലേറ്റർ കൊടുത്തിട്ട് കാൽക്കുലേറ്ററിൽ ഉണ്ട്, സയന്റിഫിക് കാൽക്കുലേറ്ററിൽ മെട്രിക്സിന്റെ ഫോം ഉണ്ട്. അപ്പൊ ആ കാൽക്കുലേറ്റർ എടുക്കുക, ഇക്വേഷൻ എടുക്കുക, സൈമിൾട്ടേനിയസ് അടിച്ചു കഴിഞ്ഞാൽ വാരിയബിൾ കൊടുക്കാൻ പറയും നമുക്ക്. അപ്പൊ നമുക്ക് ഇതിലത്തെ വാല്യൂസ് ഓരോന്നിന്റെയും വാല്യൂസ് എന്താണെന്ന് നോക്കിയിട്ട് ആ വാല്യൂസ് അതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ XY Z എന്നുള്ള രീതിയിൽ വാല്യൂ കിട്ടും. XY Z എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ I1 ആയിരിക്കും, X2ന്റെ വാല്യൂ I2 ആയിരിക്കും, X3യുടെ വാല്യൂ I3 ആയിരിക്കും. അങ്ങനെ 3 വാല്യൂ നമുക്ക് കിട്ടും. ഈ 3 വാല്യൂ നമുക്ക് കണ്ടെത്തണം. എന്ന് വെച്ചാൽ
മാത്സ് ഓറിയന്റഡ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും നമ്മൾ മാത്സ് അല്ലാത്തത് കൊണ്ട് നമുക്കിത് കാൽക്കുലേറ്റ് ഇട്ടുകൂടെ ചെയ്ത് ആൻസർ എടുക്കും. മാത്സിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഇത് മൊത്തം ചെയ്തിട്ട് ആൻസർ കണ്ടെത്തണമായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് കാൽക്കുലേറ്റർ ഇട്ടിട്ട് അതിന്റെ ആൻസർ കണ്ടെത്തിയാൽ മതി. ഇവിടെ വരെ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് മെട്രിക്സ് രൂപത്തിലേക്ക് വാല്യൂ എടുക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ഫൈനൽ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ജനറൽ ഫോം ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ ജനറൽ ഫോം പറഞ്ഞത്? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് VA വോൾട്ടേജ് 15 തന്നിട്ടുണ്ട്, VB വോൾട്ടേജ് 10 തന്നിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്, ഇത് നടുക്ക് വരുന്നുണ്ട്. ഇത് രണ്ട് മെഷേ ഉള്ളൂ, രണ്ട് സർക്യൂട്ടേ ഉള്ളൂ. ക്ലോക്ക് ഡയറക്ഷൻ തന്നെ നമുക്ക് എടുക്കുക, രണ്ട് സർക്യൂട്ടേ ഉള്ളൂ. അപ്പൊ M1 ഉം M2 ആണ് മെഷ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറന്റ് I1 ഉം I2. ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ഈ ഫോമിലേക്ക് ആക്കാം. അത് KVL ഇൻ മെട്രിക്സ് ഫോം. അത് വെച്ചിട്ടാണ് KVL ഇൻ മെട്രിക്സ് ഫോമിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ ആ മെട്രിക്സ് ഫോം എടുത്ത് എഴുതാം. മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ R × I = V. അപ്പൊ ഏത് ക്വസ്റ്റിനും ഇത് തന്നെ ആയിരിക്കും. ഇവിടുത്തെ N മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അപ്പൊ ആദ്യം ഇത്രയും ഭാഗം എന്താണ്, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് മെഷീന്റെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് തന്നെയാണ് വരും. എന്നിട്ട് ഇവിടുത്തെ N-ന്റെ വാല്യൂ നോക്കുക. N-ന്റെ വാല്യൂ എത്ര മെഷ് ഉണ്ടായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ? 2 മെഷ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ N-ന്റെ വാല്യൂ 2 എന്ന് കിട്ടി. അപ്പൊ N = 2 എന്ന് കിട്ടി. എന്നിട്ട് ഇവിടെ N-ന്റെ സ്ഥാനത്തൊക്കെ 2 ഇട്ടുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എഴുതാം. അപ്പൊ R 2 × 2 I 2 × 1 = V 2 × 1 കിട്ടും. ഇനി 2 × 1 ആവുമ്പോൾ എന്തുണ്ടാവുള്ളൂ, 2 റോയും 2 കോളം ഉള്ളൂ. അപ്പൊ R11 R12 R21 R22, പിന്നെ I1 I2, ഇവിടുത്തെ V1 V2. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ. ഇനി നമുക്ക് ആ ഇതിലുള്ള വാല്യൂസ് നോക്കാം. ഡയഗണലാണെങ്കിൽ ഏതൊക്കെ വരും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ക്വയറിൽ ഏതൊക്കെ വരും? ഇവിടുത്തെ 10ഉം. ഇപ്പൊ ഫസ്റ്റ് മെഷിൽ വരുമ്പോൾ ഡയഗണൽ എലമെന്റ് R11 എലമെന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ 10ഉം ഈ 5ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 50 കിട്ടി അല്ലെ? ഇനി R22 വരുമ്പോൾ എന്തൊക്കെ വരും? ഈ 15ഉം ഈ 5ഉം. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടി. 50 + 5 20. ഇത് കാൽക്കുലേറ്റർ ടേബിൾ നോക്കി വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഡയഗണൽ എലമെന്റ് ആണ് മുമ്പ് പറഞ്ഞത്. 10 + 5 50 കിട്ടി. അതുപോലെ 50 + 5 20 കിട്ടി. അത് ക്ലിയർ ആയി. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോമൺ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. A1. ഇനി നമുക്ക് കാണുന്നത് A12 A21. ഈ രണ്ട് ഫിഗറിനും കോമൺ ആയിട്ട് വരുന്നത് 5 ആണ്. ഇതും 5 ആണ്, ഇതിനും 5 ആണ്. രണ്ടിനും 5 ആണ്. രണ്ടും തന്നെ ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് മെട്രിക്സിൽ അടുത്ത കോളം കൊടുക്കുന്നത് 5 കാണാം. ഇത് -5 വന്നു, ഇവിടെയും -5 വന്നു. ഇനി I1 I2 കോമൺ ആയിട്ട് അത് തന്നെ കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് വോൾട്ടേജ് കാണാം. വോൾട്ടേജ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ഫിഗറിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന വോൾട്ടേജ് 15 ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂലാണ്. ഇവിടെ ഇവിടത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. ഇവിടുത്തെ വിയുടെ വാല്യൂ, വോൾട്ടേജിന്റെ ഫസ്റ്റത്തെ വാല്യൂ പോസിറ്റീവ് 15ഉം സെക്കൻഡ് വാല്യൂ -10ഉം കിട്ടി. പോസിറ്റീവ് 15 കിട്ടി, -10ഉം കിട്ടി. ഇനി ഇത് നേരിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യുക. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I1ന്റെയും I2ന്റെയും വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടിയ വാല്യൂ, ഇവിടെ കിട്ടിയ വാല്യൂ 10/11 കിട്ടി. അതുപോലെ -3/11 കിട്ടി. ഇത് ചുമ്മാ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാ പോരെ? വെറുതെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ ഡിറ്റർമിനന്റ് മാത്രമല്ല, I I2 വെച്ചിട്ട് നമ്മൾ +2 ഒരു ഇൻവേഴ്സ് അല്ലേ കാണാം. ഇൻവേഴ്സ് മെട്രിക്സ് മാത്രം കണ്ടാൽ പോരാ, ഇൻവേഴ്സ് കണ്ടെത്തുമ്പോൾ നമുക്ക് I1ന്റെ I2ന്റെ വാല്യൂ കിട്ടും. നമ്മുടെ X1 X2 വെച്ചിട്ടാണ് ചെയ്യാറ്. രണ്ടെണ്ണമാണെങ്കിൽ X1 X2 അല്ലെങ്കിൽ Z കൂടി ഉണ്ടാവും. ആ 3 വേരിയബിൾ വെച്ചിട്ട് ആ 3 വേരിയബിളിന് വാല്യൂ കണ്ടെത്തുന്നതാണ് പഠിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ഇയർ മാത്സിലും സിലബസിൽ എനിക്കറിയില്ല, സിലബസിൽ കാണാനുണ്ട്. നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്, ടൈം പോവില്ല. ഇതിൽ ഈ സ്റ്റെപ്പ് ഒന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിത് കാൽക്കുലേറ്റ് ഇട്ട് നേരിട്ട് ആൻസർ കണ്ടെത്തിയാൽ മതി. അപ്പൊ അത്ര ടൈം ഇതിപ്പോ അടിച്ചു കൊടുക്കുമ്പോൾ 5 മിനിറ്റിൽ ആൻസർ ആയി. മറ്റേന്ന് പറയുമ്പോൾ ചെയ്ത് ഇപ്പൊ 2 ക്രോസ് മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, കുറച്ച് ചെയ്യുള്ളൂ. പക്ഷെ 3 ക്രോസ് ആകുമ്പോൾ ടൈം പോകും. അപ്പൊ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇത് കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ചെയ്ത് വരുമ്പോൾ ടൈം പോകും. അതോ ആൻസർ I1 I2 ഐഡന്റിഫൈ ചെയ്യാം.
ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഐ തന്നിരിക്കുന്നത് ഇവിടെ വരെ നമുക്ക് ഓക്കെയാണ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് 10ന്റെ I10ന്റെ കേസ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് കൊടുക്കുക? I10ന്റെ വാല്യൂ നമുക്ക് കിട്ടിയേക്കണ വാല്യൂ 10/11 ആംപിയർ കിട്ടി. I50 അതായത് ഇത് വോളിയത്തിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്. അല്ല, വോൾട്ടേജിന്റെ കേസാണ് എടുക്കുന്നത്. വോൾട്ടേജ് നമുക്ക് 10ഉം 50 ആയിരുന്നു വോൾട്ടേജ്. അപ്പൊ 10ന്റെ വോൾട്ടേജ് കിട്ടുന്നത് കേസിൽ എടുക്കുമ്പോൾ നമുക്ക് 10/11 ആംപിയറും 50ന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് I2ന്റെ കേസിൽ വരുമ്പോൾ -3/11 എന്നും കിട്ടി. ഇനി നമുക്ക് അതിന്റെ സെന്ററിൽ I5ന്റെയാണ് കാണുന്നത്. I5ന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഏതിന്റെയാണ് കാണുന്നത് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ I5ന്റെ കാണുന്നുണ്ടെങ്കിൽ ഈ I1 - I2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? I5ന്റെ കിട്ടും. അപ്പൊ I1 - I2 എന്ന് പറയുമ്പോൾ കിട്ടിയ രണ്ട് വാല്യൂ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ രണ്ടും മൈനസ് ആയതുകൊണ്ട് പ്ലസ് ആയിട്ട് 13/11 കിട്ടും. അത് ക്വസ്റ്റ്യനിലുള്ള പോലെ ചോദിക്കുക. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ഇത് ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? ക്ലിയർ ആയി. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് കേസിനാണ് നമുക്ക് കണ്ടെത്താനായിട്ട്. അതിന്റെ കറണ്ട് ഏത് റെസിസ്റ്ററിന്റെ കറണ്ട് ആണ് കാണുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്ററിന്റെ 5 ഓം എന്ന് പറയണം. അപ്പൊ 5 ഓം എവിടെയാണ് വരുന്നത് അതിന്റെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇവിടെ 5 ഓം വരുന്നത് ഈ റെസിസ്റ്ററിന്റെ ആണ്. അപ്പൊ ഇതിന്റെ ആയിരിക്കും നമ്മൾ എന്ത് കാണുന്നത്? ലാസ്റ്റ് വോൾട്ടേജ് കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാലോ നമുക്ക്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഹോംവർക്ക് ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ചെയ്ത് നോക്കാം. ആൻസർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുമാണ്. അപ്പൊ ഇത് ഹോംവർക്ക് ഇട്ടിട്ടുണ്ട്. അതിന് താഴെ അതിന് വാല്യൂസും കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ തന്നെ കിട്ടുന്നോ ചെക്ക് ചെയ്യാം. രണ്ടിന്റെയും ആൻസർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ 2 ക്രോസ് മെട്രിക്സ് തന്നെയായിരുന്നു. ഇവിടെ നോക്കിയ 3 ക്രോസ് മെട്രിക്സ് ആണ് വരാം. അതിൽ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്, 2 ഇവിടെ വരുന്നുണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മെഷ് എത്രയായി? 3 ആയി. പിന്നെ വോൾട്ടേജ് 2 കേസിന് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പൊ VA എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ VA കിട്ടിയിട്ടുണ്ട്, ഇവിടെ VB കിട്ടിയിട്ടുണ്ട്. ഇതിന് വോൾട്ടേജ് ഇല്ല. മെഷ് 2ന് വോൾട്ടേജ് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നേരിട്ട് നേരത്തെ കൊടുത്ത പോലെ 3 മെഷ് ഉണ്ടെന്ന് കിട്ടി. അപ്പൊ N = 3 ആണ്. അപ്പൊ ആദ്യം KVL ഫോമിലേക്ക് ആക്കാം. KVL ഫോമിൽ ആണ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം. R × I = V എന്നുള്ള ഫോമിലേക്ക് ആക്കി. എന്നിട്ട് ഇവിടുത്തെ N 3 ആയതുകൊണ്ട് 3 × 3 വരും. ഇത് 3 × 1 വരും, 3 × 1 വരും. ഇത് കോമൺ ആയിട്ട് എല്ലാത്തിലും എഴുതുന്നത് പോലെ തന്നെ. എന്നിട്ട് ഇനി ചെയ്ത് വരും. ആദ്യം ചെയ്യുമ്പോൾ ഈ R11 R12 ഫോമായിട്ട് എഴുതിക്കൊണ്ട് ഞാൻ സ്റ്റെപ്പ് 3 കട്ട് ചെയ്തുകൊണ്ട് ഈ അടുത്ത സ്റ്റെപ്പിലൂടെ കളഞ്ഞെന്നുള്ളൂ. അതില്ലെങ്കിലും 2 പ്രാവശ്യം പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ ഭാഗം എഴുതാന്നില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ പോലെ ഈ ടേം എഴുതണമെന്നില്ല. നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കാം. തെറ്റ് വരുമെന്നുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് പോയാൽ മതി. അപ്പൊ നമുക്ക് തെറ്റാണ്ട് കറക്റ്റാണ്ട് വാല്യൂ കറക്റ്റായിട്ട് എത്തിക്കും. 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി സിമ്പിൾ ആയിട്ട് വരുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഉണ്ടാവില്ല. പിന്നെ നോക്കിയ ഡയഗണൽ എലമെന്റ് കണ്ടെത്തണം. ഡയഗണൽ എലമെന്റ് ആണ് R11 R22 R33. ഇത് കണ്ടെത്താനായിട്ട് ഫിഗറിലേക്ക് വരാം. R11 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സർക്യൂട്ട്. അതായത് ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതായത് ഇത് 1, ഇത് 2, ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് 6 3 1 9 1 10 ആയി. അപ്പൊ R11ന്റെ വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടി. അപ്പൊ ആദ്യത്തെ R11ന്റെ വാല്യൂ 10 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ഫിഗർ എടുക്കുക. രണ്ടാമത്തെ ഫിഗറിൽ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോഴും തന്നെ 2 + 3 5 5 + 5. അപ്പൊ R22 എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഇനി R3 എടുക്കുക. R3 എടുക്കുമ്പോൾ ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്. ഇതും R33 എന്ന് പറയുന്നത് തന്നെ 10 എന്ന് കിട്ടി. ഇത് കിട്ടിയല്ലോ. ഓക്കെ. ഇനി ഫസ്റ്റത്തേന് കോമൺ ആയിട്ട് വരുന്നത് ഫസ്റ്റ് മെഷീനും സെക്കൻഡ് മെഷീനും കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. അപ്പൊ R12 എന്ന് പറയുന്നതും R21 എന്ന് പറയുന്നതും -3 കിട്ടും. 3 എടുക്കരുത്, -3 എടുക്കും. ഇനി 2നും 3ക്കും, അതായത് രണ്ടാമത്തെ മെഷും മൂന്നാമത്തെ മെഷും തമ്മിൽ, അതായത് R23യും
3 2 കോമൺ ആയിട്ടുള്ളത് വരണം നോക്കി, ഇതിൽ കോമൺ ആയിട്ടില്ല. ഇവിടെ വോൾട്ടേജ് അല്ലേ, ഇവിടെ ഒരു വോൾട്ടേജ് കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ റെസിസ്റ്റർ കോമൺ ആയിട്ടില്ല, അതുകൊണ്ട് എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി 1നും 3ക്കും കോമൺ ഉണ്ട് ഇവിടെ 6. അപ്പൊ R13ക്കും R31നും കോമൺ ഉണ്ട്, അത് ഇവിടുത്തെ 6 -6 ആയിരിക്കും. +6 അല്ല -6. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ ടേബിളിലേക്ക് കൊടുക്കാം, മെട്രിക്സ് ഫോർമാറ്റിലേക്ക് കൊടുക്കാം. ഡയഗണൽ വരുന്നത് 10 ആയിരുന്നു, 10 കൊടുത്തു. R12ന്റെ വാല്യൂ ഇവിടെ -3 ആണ് കിട്ടിയത്, -3 കൊടുത്തു 2 എണ്ണം. പിന്നെ R13യും R31ഉം -6 ആയിരുന്നു, അത് കൊടുത്തു. R23യും 32ഉം 0 0 കേട്ട് നമുക്ക് ക്ലിയർ ആയി. ഇത് ക്ലിയർ അല്ലേ? പിന്നെ I1 I2 I3 ആ കോളം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് വോൾട്ടേജ് ഏതൊക്കെയാണ്. ഫസ്റ്റിൽ വരുന്ന വോൾട്ടേജ് ഫിഗറിലേക്ക് പോകാം. ബി എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വോൾട്ടേജ് 10 ആണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ പോസിറ്റീവിലാണ് അല്ലെ, ഇത് നെഗറ്റീവ്, മുകളിലത്തെ പോസിറ്റീവ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് 10 കിട്ടും. വോൾട്ടേജ് ഫസ്റ്റ് V1ന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവ് 10 കിട്ടി. ഇനി V2 ഇവിടെ ഒരു വോൾട്ടേജ് കൂടി ഇവിടെ വരുന്നുണ്ട്. ഇത് നോക്കിയേ, ഇതും ഇവിടുന്ന് സർക്യൂട്ട് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇവിടെ പോസിറ്റീവില് അവസാനിച്ചിട്ട് നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ V2 എന്ന് പറയുന്നത് എന്തായി, -5 ആയി. ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ I3 വരുമ്പോൾ നോക്കിയേ, ഇവിടെ നെഗറ്റീവിൽ അവസാനിച്ചു പോസിറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 20 എന്നുള്ളത് എന്തായി, V3 +20. അപ്പൊ ഫസ്റ്റത്തെ പോസിറ്റീവായി, ലാസ്റ്റത്തെ പോസിറ്റീവായി. 5 മാത്രം നെഗറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് നെഗറ്റീവായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മെട്രിക്സിന്റെ ഫോർമാറ്റ് കിട്ടും. എന്നിട്ട് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക, വാല്യൂ കിട്ടും. I1ന്റെ വാല്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാവും, പോയിന്റ് നെഗറ്റീവ് വാല്യൂ ഒക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. I1ന്റെ വാല്യൂ 4.27 കിട്ടും, I2ന്റെ വാല്യൂ 0.78 കിട്ടി, I3യുടെ വാല്യൂ 5.6A കിട്ടി. ഇപ്പൊ നമുക്ക് I1 I2 I3 കാൽക്കുലേറ്റർ കിട്ടി. ഇത് നമ്മോട് കാണാൻ പറഞ്ഞേക്കുന്നത് ഇവിടത്തെ ഈ 5ൽ വരുന്ന വോൾട്ടേജ് ആണ് കാണാൻ പറയുന്നത്. 5 ആംപിയറിൽ വരുന്ന വോൾട്ടേജ് ആണ് നമ്മോട് കാണാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനിലേക്ക് വരാം. I എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 5 ഏതിന് ഈക്വലാണ്, ഏതിന്റെ ആംപിയർ ഈക്വലാണ്, I2നോട് ഈക്വലാണ്. 5 ഇതിൽ കിടക്കുന്നത് ഈ I2നോട് ഈക്വൽ അല്ലേ, അതായത് ഇവിടുത്തെ I2 വരുന്നത് സെക്കൻഡ് കേസ്, ഇത് I1. ഈ ഒരു ലൂപ്പ് വരുന്നത് I1, സെക്കൻഡ് കേസ് I2, ഇവിടെ I3. അപ്പൊ ഈ 5 വരുന്ന ഏതിലാണ്, I2ന് ഈക്വൽ ആയിട്ട് I2ലല്ലേ വരുന്നത്. അപ്പൊ I2ന്റെ വാല്യൂ ആണ് 5 ഓമിന് ഈക്വൽ വരുന്നത് I2ന്റെ വാല്യൂ. അതാണ് നമ്മുടെ I2ന്റെ വാല്യൂ. 5 ഓം ഏതിന് ഈക്വലാണ്, I2ന് ഈക്വലാണ്. I2ന് ഇവിടെ കിട്ടിയ വാല്യൂ എന്താണോ അത് എടുത്തെഴുതുക. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ ഇതുപോലെ 2 ക്വസ്റ്റ്യൻ കൂടി ചില ഇമ്പോർട്ടന്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2 കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇവിടെ മെഷ് ചെയ്യുന്ന രൂപം പറഞ്ഞുതരാം. ഒക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ എടുക്കുക. ഇവിടെ കാണാൻ പറയുന്നത് സെക്കൻഡ് ഓം എവിടെയാണ് വരുന്നത് അത് കാണാൻ പറഞ്ഞു. സെക്കൻഡ് ഓം വരുന്നത് ഇവിടെയാണ് സെക്കൻഡ് ഓം വരുന്നത്. 3 മെഷാണുള്ളത്, M1 M2 M3. 2 വോൾട്ടേജേ ഉള്ളൂ, 10ഉം 20. ഇതിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അത് മാത്രമേ V1ന്റെ കേസിൽ ഉണ്ടാവുള്ളൂ. ഇനി ഇത് വെച്ചുകൊണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടും, ഇത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് കിട്ടും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ തേർഡ് കിട്ടും. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഇത് കോമൺ ആയിട്ടും വരും, ഇതും കോമൺ ആയിട്ട് വരും. 1നും 3ക്കും കോമൺ ഇല്ലാതെ 0 വരും. അതുകൊണ്ട് മെട്രിക്സ് രൂപം ചെയ്യും. അത് വെച്ചുകൊണ്ട് I1 I2 I3 കാണും. അപ്പൊ 2ൽ വരുന്നത് ഇവിടെ I2 വരുന്നത് ഈ രണ്ടാമത്തെ രജിസ്റ്റർ, ഇതായിരിക്കും I2 വരുന്നത് നമുക്ക്. അപ്പൊ I2ലായിരിക്കും എന്ത് വരുന്നത്, ഈ 2 ഓം വരുന്നത് I2ലായിരിക്കും. അപ്പൊ I2ന്റെ വാല്യൂ ആയിരിക്കും ഇവിടുത്തെ ഫൈനൽ ആൻസർ തരുന്നത്. 2 ഓമിന്റെ ആൻസർ എഴുതാൻ പറയുമ്പോൾ I2ന്റെ വാല്യൂ തന്നു. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ, ചെയ്ത് നോക്കാലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതരുതോ. ഈ ആൻസറിൽ നെഗറ്റീവ് വരാം, അതിന് കുഴപ്പമില്ല. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്.
മിസ് ഇന്ന് എത്ര മണി വരെ ഉണ്ട് ക്ലാസ്? നമുക്ക് 1 മണിക്കൂറല്ലേ, 8 തുടങ്ങി 9 ടൈം പറഞ്ഞേ. ആ ഓക്കെ. ഒരു മത്തേടും കൂടി ഉണ്ടായിരുന്നു, ഞാൻ എന്നെ നോട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എടുത്തേണ്ട ഒരു ചെറിയ ടോപ്പിക് ബാലൻസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ടേം കൂടി ഉണ്ട്. ഇതിപ്പോ നമ്മ മെഷീൻ ചെയ്യണത് ഇനി കറണ്ടിന്റെ ഒരു ടേം കൂടി ഉണ്ട്. വോൾട്ടേജ് അതും ഡിറ്റർമിൻ മെട്രിക്സ് വെച്ച് ഡിറ്റർമിൻ കാണാനുള്ള ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ രണ്ടാമത്തെ ക്വസ്റ്റൻ എഴുതിയാ? ഒന്നാമത്തെ എഴുതി, രണ്ടാമത്തെ എഴുതണു. രണ്ടാമത്തേലും 3 മെഷീൻ ഉള്ളത് 1, 2, 3. ഡൈവൺ ഇതിപ്പോ ആയിട്ട് കാണാം. അതിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൻസർ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാലോ അല്ലേ? മെട്രിക്സ് രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മ മെട്രിക്സ് പറഞ്ഞിട്ട് മെട്രിക്സ് ഫോർമാറ്റ് നമ്മുടെ കാൽക്കുലേറ്ററിലുണ്ട്. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പൊ അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മെട്രിക്സിന്റെ വാല്യൂ വേരിയബിൾ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ആ വാരിയബിളിൽ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന ഓരോ വാല്യൂസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആൻസർ നമുക്ക് കൂടെ കിട്ടും. കഴിഞ്ഞ ദിവസം അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചെയ്യാം. രണ്ട് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക് ഏതൊക്കെ വിട്ടുകൊടുത്ത് പ്രശ്നം ചെയ്യുന്നത്. സ്റ്റാർ ഡെൽറ്റ ചെയ്തായിരുന്നു. സീരീസ് ഫംഗ്ഷൻ പാരലൽ ഫംഗ്ഷൻ അത് കണ്ടിയാ ഇതിന്റെ മറ്റേ അടുത്ത ടേമിന്റെ ഞാൻ ഫോട്ടോ എടുത്തേക്കാം. ഫോട്ടോ എടുത്ത് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് എടുത്ത് സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മാത്രം എടുത്തോളൂ. ചെറിയൊരു പോർഷൻ വേറെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഇതിന്റെ അടുത്ത ടേം ഞാൻ ഇതിന് ഫോട്ടോ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് അയച്ചു തരാം. ഇതിനോട് സെയിം ആണ്. അപ്പൊ ഉത്തരങ്ങൾക്ക് നോഡ് അനലൈസ് മെട്രിക്സ്. ക്ലിയർ അല്ലേ നോട്ട്? ക്ലിയർ.
അപ്പൊ അടുത്തത് നോഡ് അനാലിസിസ് മെട്രിക്സ് മെത്തേഡ് ആണ്. ഇത് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. മെട്രിക്സ് ഇല്ലാത്ത കേസിലും ചെയ്യാൻ പറ്റും, മെട്രിക്സ് ഉള്ള കേസിലും ചെയ്യാൻ പറ്റും. നമുക്ക് മെട്രിക്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മോട് ചോദിക്കുക. അതാണ് നമ്മുടെ സിലബസിൽ കിടക്കുന്ന മെട്രിക്സ് മെത്തേഡാണ്. അപ്പൊ ഇതില് ഇവിടെ ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ, നേരത്തെ ചെയ്ത പോലെ തന്നെ KCL ഫോമിലേക്ക് ആക്കണം. നോക്കിയേ, തന്നിരിക്കുന്ന മെട്രിക്സ് രൂപത്തിലേക്ക് ആക്കണം. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ എണ്ണ എടുത്തപ്പോ എന്തായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന മെഷിന്റെ എണ്ണാണ് എണ്ണായിട്ട് എടുക്കുന്നത്. ഇവിടെ എണ്ണ എടുക്കുമ്പോൾ n-1 ആയിരിക്കണം. മെഷ് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ 3 - 1 2 ആയിരിക്കും നമ്മുടെ എന്നിന്റെ എണ്ണം. അതാണ് ഒരു ഡിഫറൻസ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇവിടെ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഈ ഫിഗർ വന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ R1, R2, R3, R4, R5 എന്നുള്ള 5 റെസിസ്റ്റൻസ് ഉണ്ട്. 2 വോൾട്ടേജ് വന്നിട്ടുണ്ട്. M1, M2, M3 3 മെഷസ് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ നേരത്തെ നമ്മൾ KVL ഫോമിലേക്ക്, മെട്രിക്സിന്റെ KVL ഫോമിലേക്ക് ആക്കാനായിരുന്നു. ഇത് KCL ഫോമിലേക്കാണ് ആക്കേണ്ടത്. അപ്പൊ y into v is equal to I. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് എന്താണ്? I ആണ് കാണുന്നത്. നേരത്തെ നമുക്ക് കണ്ടത് V ആയിരുന്നു. ഇപ്പൊ നമുക്ക് കാണേണ്ടത് I ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? y m cross n v n cross 1 is equal to I n cross n. നേരത്തെ സെയിം ഇക്വേഷൻ തന്നെ. R എന്നുള്ളത് ഇവിടെ y ആയി. ബിയും ഐയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു, പൊസിഷൻ ചേഞ്ച് ചെയ്തു. അത്ര ഇതിന്റെ തമ്മിലുള്ള ഇതിൽ ഇപ്പൊ ഈ കാണുന്ന ഫിഗറിൽ വ്യത്യാസമുള്ളൂ. അപ്പൊ y is equal to n എടുക്കുമ്പോൾ അവിടെ നേരത്തെ n എടുത്തപ്പോ എത്ര മെഷ് ഉണ്ടായിരുന്നു, അതായിരുന്നു നമ്മുടെ n. ഇവിടെ n എടുക്കുമ്പോൾ മെഷിന്റെ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതണം. അപ്പൊ n-1 ആണ് ഇവിടുത്തെ മെഷിന്റെ എണ്ണം. അപ്പൊ അതിനെ നമുക്ക് ഫസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ, KCL ഫോമിലേക്ക് ആക്കുമ്പോൾ y നമുക്ക് ഇവിടെ 3 മെഷായിരുന്നു, ഒന്ന് കുറച്ചിട്ട് എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ നമുക്ക് y 2 cross 2 v 2 cross 1 is equal to I 2 cross 1 എന്ന് കിട്ടും. അത് ക്ലിയർ ആണോ? ഇനി എത്ര മെഷ് ഉണ്ടോ അത് -1 ചെയ്തിട്ട് എത്ര മെഷ് ഉണ്ടോ -1 ചെയ്യാം. 3 മെഷ് ആണെങ്കിൽ 2 വരും, 4 മെഷ് ആണെങ്കിൽ 3 വരും, അങ്ങനെ. അപ്പൊ എന്ന് കിട്ടി. ഇനി നേരത്തെ കൊടുത്ത പോലെ തന്നെ അതിന്റെ ജനറൽ ഫോമിലേക്ക് ആക്കാം നമുക്ക്. മെട്രിക്സിന്റെ ജനറൽ ഫോമിൽ വരുന്ന മെട്രിക്സിന്റെ ഫോം എങ്ങനെ വരുന്നത് അതുപോലെ y11, y12, y21, y22. അതായത് മെട്രിക്സിന്റെ ഓർഡർ, മെട്രിക്സിന്റെ എലമെന്റ് എങ്ങനെ എടുക്കുക അതേപോലെ തന്നെ. ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെന്റ് y11, ഫസ്റ്റ് റോയില് സെക്കൻഡ് എലമെന്റ് y12, സെക്കൻഡ് റോയില് ഫസ്റ്റ് എലമെന്റ് y21, സെക്കൻഡ് റോയില് സെക്കൻഡ് എലമെന്റ് y22. പിന്നെ ഇവിടെ വരുന്നത് v1 ഉം v2 ആയിരിക്കും, ഈക്വൽ ടു I1 I2 ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് v1 ഉം v2 ന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ v1 ഉം v2 വരും, ഇവിടെ I1 I2 വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എങ്ങനെ ഓരോ എലമെന്റ് എടുക്കണ്ടേ, ഓരോ എലമെന്റ് എടുക്കുക. ജനറൽ ഫോർമുല പറയുന്നത് ഓരോ എലമെന്റ് എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ എടുത്തപ്പോ എന്ത് ചെയ്തു, ആ വാല്യൂസിൽ തമ്മിൽ ആഡ് ചെയ്താൽ മതിയായിരുന്നു. അല്ല നേരിട്ട് എത്ര ഒരു ഫസ്റ്റത്തെ മെഷീനിൽ എത്ര എണ്ണം വരുന്നുണ്ടോ അതായിരിക്കും എത്ര റെസിസ്റ്റൻസ് വരുന്നുണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, R11 കിട്ടി. അതായത് ഇത് നമ്മൾ എടുക്കുന്ന ഈ രണ്ടെന്ന് നോക്കിയേ. ഇവിടെ KCL-ഉം KVL ആണെന്ന് പറഞ്ഞു അല്ലെ. ഇത് KCL, അത് KVL. നമ്മുടെ പാരലും സീരിയലും കണക്ട് ചെയ്തപ്പോ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ നമ്മൾ റെസിസ്റ്റൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുമായിരുന്നു അല്ലെ. പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ ആഡ് ചെയ്യല്ലേ ചെയ്യാറ്. 1/R1 + 1/R2. ആ ഒരു ഫോർമാറ്റ് നോക്കിയാൽ മതി. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ R1 R2 ഒക്കെ ചെയ്തപ്പോ അത് ജസ്റ്റ് ആഡ് ചെയ്തു. ഇവിടെ ഡയഗണൽ എലമെന്റ് കിട്ടാൻ വേണ്ടിട്ട് 1/R1 + 1/R2 + 1/R3 ചെയ്യാം. അപ്പൊ നമുക്ക് 1/1 വാല്യൂ കിട്ടും. ഇനി 2 എന്ന് പറയുമ്പോൾ ഇതിനെ ഏതാണോ കോമൺ ആയിട്ട് വരുന്നത് ആ വാല്യൂകൾ നമ്മൾ ആഡ് ചെയ്യാം. കോമൺ അല്ല, ആ ഒരു റെസിസ്റ്റൻസിനുള്ളിൽ ക്വസ്റ്റ്യനിൽ വരുന്നത് അനുസരിച്ച് ചെയ്യും. ഇവിടുത്തെ ഈ ഫിഗറിൽ വരുമ്പോൾ നോക്കി R1 ഉം R2 ഉം R3 അതിങ്ങനെ കോമൺ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ R1 ഉം R2 ഉം R3 ആഡ് ചെയ്യുക ഫസ്റ്റ് കേസിൽ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ കേസ് കിട്ടി R1 1/R1 + 1/R2 + 1/R3 സീരീസ് ആയിട്ടാണ്. പിന്നെ വരുന്നത് 2 വരുന്നത് 1/R3, 1/R2, 1/R5. 1 2 3 വന്നു, പിന്നെ 2 3 5 വന്നു. ഇത് ഇനി കോമൺ ആയിട്ട് കാണുമ്പോൾ എന്താണ് കോമൺ ആയിട്ട് ഏതൊക്കെ വരാം? 1/R3 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ R3 ആണ് കോമൺ ആയിട്ട് എടുക്കാൻ നമ്മൾ. നേരത്തെ ഓപ്പോസിറ്റ് ആണ് എടുക്കുക. അപ്പൊ R3 ആയിരിക്കും ഇവിടെ വരാം. അപ്പൊ 3 കേസും കിട്ടി. അപ്പൊ അതിന് നെഗറ്റീവ് കൊടുക്കണം, മറ്റുള്ളത് പോസിറ്റീവ് എടുക്കണം. നേരത്തെ ചെയ്തപോലെ തന്നെ മറ്റൊരു നെഗറ്റീവ് എടുക്കണം, അതിന് പോസിറ്റീവ് എടുക്കും. ഇനി ഇതുപോലെ തന്നെ ഇത് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസും ഡിവൈഡ് ബൈ R ചെയ്യാം.
I1 ആണ് കാണുന്നുണ്ടെങ്കിൽ VA ഡിവൈഡ് ബൈ R1 ചെയ്യുക. I2 ആണ് കാണുന്നുണ്ടെങ്കിൽ VA ഡിവൈഡ് ബൈ VB ഡിവൈഡ് ബൈ R5 ചെയ്യാം. R1 അതായത് കോമൺ ആയിട്ടുള്ളതും ഫസ്റ്റത്തെ കേസിൽ VAക്ക് വരുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് R1 അല്ലേ. VAയുടെ കേസിൽ വരുമ്പോൾ ഇവിടെ VAക്ക് വരുന്നത് R1 ആണ്. ഇവിടുത്തെ VAക്ക് അടുത്ത് വരുന്നത് R1. അപ്പൊ ഇത് R1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. VBക്ക് അടുത്ത് വരുന്നത് R5 ആണ്. അപ്പൊ നമുക്ക് R5 ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യും. പ്രോപ്പർട്ടി ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് കറന്റ് 2 ഓം എവിടെയാണ് വരുന്നത് അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് റെസിസ്റ്റൻസിന്റെ ഫോളോയിങ് ഫിഗറിൽ. അപ്പൊ നമുക്ക് ആദ്യം VA നിന്നും VB നിന്നും 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു എവിടെയാണോ ഇതിന്റെ VA സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ട് VB ആണ്. VAയും VB ആണ് നമുക്ക് കാണേണ്ടത്. പിന്നെ ഇവിടെ താഴെ അത് എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ 1 2 3 2 5 റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൊത്തം എന്തേ ഉള്ളൂ 3. ഇതൊരു മെഷ്, ഇതൊരു മെഷ്, ഇതൊരു മെഷ്. അപ്പൊ 3 മെഷ് ആണ്. അപ്പൊ നമുക്ക് എന്റെ വാല്യൂ എന്തായിരിക്കും? n-1 3 - 1 = 2. 2 കിട്ടി. ആ 2 വെച്ചുകൊണ്ട് KCL മെട്രിക്സിന്റെ ഫോമിലേക്ക് ആക്കാം. Y2 × 2 V2 × 1 = I2 × 1. എന്നിന്റെ വാല്യൂ 2. എന്നിട്ട് ഈ ഫോർമാറ്റിലേക്ക് ആക്കാം. Y11 Y12 Y21 Y22 V1 V2 I1 I2. ഇനി അതിന്റെ വാല്യൂസിൽ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വന്നേക്കണം നോക്കിയേ 3. ഫസ്റ്റത്തെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? ഫസ്റ്റ് ഇവിടെ നമുക്ക് രണ്ടിന്റെ ഡയഗണലിൽ വരുന്ന വാല്യൂസ് ആഡ് ചെയ്യുന്നത് 1/1 + 1/1 + 1/2.5. ഈ ഫസ്റ്റത്തെ ഈ ഫിഗറിലേക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫിഗറിൽ വരുന്നത് ഈ 1ഉം ഈ 1ഉം ഈ കേസും ഈ 3 വരാം. ഈ 2 ഫിഗർ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 1ഉം ഈ 1.5 ഇതൊക്കെ ഡിവൈഡ് ബൈ ചെയ്യണം. ഡിവൈഡ് ബൈ 1/1 വരും, ഇത് 1/1 വരും, ഇത് 1/0.1 വരും. ഇങ്ങനെയാണ് ഫസ്റ്റ് ടേം കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 4 കിട്ടും. LC എടുത്ത് 1.0 മുകളിലേക്ക് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. അതായത് ഇവിടെ 1 പോയിന്റ് കാണിച്ചു തരാം. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് അടുത്തതും 1 ഡിവൈഡ് ബൈ 1 വരും. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 0.5. ഈ 1 ബൈ പ്ലസ് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. പ്ലസ് ഇവിടെ 0.5 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു 10 കൊണ്ട് മുകളിലും താഴെ 10 കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? മുകളിൽ 10 വരും, താഴെ 5 വരും. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഈ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ക്ലിയർ അല്ലേ? ഇതേപോലെ ഈ 4 കിട്ടി. അടുത്ത ടേം വരുമ്പോ 1/2 അത് ഈ ഫിഗറിലേക്ക് വരാം. അടുത്തത് ഈ പറഞ്ഞ ഫിഗറിലല്ലേ, ഇവിടെ ഒരു 1 വരും, ഇവിടെ ഒരു 2 വരും, പിന്നെ 0.5 വരും. അപ്പൊ 1 2 0.5 ഇത് 3 കൂടി ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോ 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1/1 പ്ലസ് 1/0.5 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.5 കിട്ടും. അത് 1/2 പ്ലസ് 1/1 പ്ലസ് 1/0.5 വരും. ഇത് നേരത്തെ ചെയ്ത പോലെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടും. അപ്പൊ ഇത് 2 പ്ലസ് ഇത് 1 ഇവിടെ 1 കിട്ടിയിരുന്നു, ഇവിടെ 2 കിട്ടാൻ. അപ്പൊ 3 കിട്ടി. 3 പിന്നെ ഇവിടെ 1നെ ഡിവൈഡ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.5 ആണ് കിട്ടുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.5 കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇപ്പുറത്തെ സൈഡിലെ വാല്യൂ. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് എടുത്താൽ മതി. അപ്പൊ ഇവിടെ കണക്ഷൻ ഇല്ലാത്തത് എന്തായിരിക്കും? ഈ കോമൺ ആയിട്ട് ഈ ഫിഗറിനും കോമൺ ആയിട്ട് വരുന്നതും ഈ ഫിഗറും കോമൺ ആയിട്ട് വരുന്നത് 0.5 ആണ്. അതിനെ നെഗറ്റീവ് എടുക്കുക. 0.5 എന്ന് വെച്ചാൽ 1/5 ആ ടേമിലേക്ക് എഴുതിയിട്ട് ഇവിടെ നമുക്ക് 0. അല്ലെങ്കിൽ എന്തായാലും നെഗറ്റീവ് വരും. അപ്പൊ 1/0.5 വരും. ഇവിടെ നെഗറ്റീവ് 1/0.5 വരും.
ഈ ടേം ക്ലിയർ ആയി. ഇനി നമുക്ക് വി ബി എടുക്കണം. വി ബി എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഇവിടെ നമുക്ക് എന്ത് വേണം? ഇവിടെ തന്നിരിക്കുന്ന വോൾട്ടേജ് 20 ഡിവൈഡ് ബൈ 1 വരും. ഇതും 20 ഡിവൈഡ് ബൈ 1 വരും. അപ്പൊ നമുക്ക് ഇവിടെ അത് അങ്ങനെ തന്നെ കൊടുക്കാം. 20 ഡിവൈഡ് ബൈ 1, 20 ഡിവൈഡ് ബൈ 1. ഇനി ഈ ടേം നേരത്തെ പോലത്തെ പോലെ തന്നെ മെട്രിക്സിന്റെ കാൽക്കുലേറ്ററിൽ മെട്രിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വി എയുടെയും വി ബിയുടെയും വാല്യൂ കിട്ടും. അത് നമുക്ക് ഇവിടുത്തെ വി എയുടെയും വി ബിയുടെ വാല്യൂ നമുക്ക് കാണുന്നത്. അപ്പൊ വി യുടെ വാല്യൂ ഇവിടെ 11 വോൾട്ട് കിട്ടിയിട്ടുണ്ട്, വി ബിയുടെ വാല്യൂ 12 വോൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി I2ന്റെ വാല്യൂ നമുക്ക് കാണാൻ പറയണം. അപ്പൊ I2ന്റെ വാല്യൂ കാണാൻ പറയുമ്പോൾ I2 എങ്ങനെയാണ് പോകുന്നത് നോക്കാം. I2ന്റെ വാല്യൂ ഇതാണ് I2ന്റെ വാല്യൂ. I2ന്റെ വാല്യൂ മൂവ് ചെയ്യുന്നത് വി ബിയിൽ നിന്നും 0യിലേക്കാണ് അല്ലെ. ഇവിടെ നിങ്ങളല്ലേ മൂവ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വി ബി വരുമ്പോൾ വി ബി മൈനസ് 0 അങ്ങനെയാണ് ഇത് ഇക്വേഷൻ പറയുന്നത്. വി ബി മൈനസ് 0 ഡിവൈഡ് ബൈ 2. ഏതിനാണ് മൂവ് ചെയ്യുന്നത്, ഏതിലാണ് അവസാനിക്കുന്നത് നോക്കിയാൽ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വി ബിയിൽ നിന്നും 0യിലേക്ക്. അപ്പൊ വി ബി മൈനസ് 0 ഡിവൈഡ് ബൈ 2. വി ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വി ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയ 12 ആണ്. ഡിവൈഡ് ബൈ അടുത്ത എർത്തിലേക്ക് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അത് 0 ആണ്. താഴെ ഡിവൈഡ് ബൈ 2. വി ബിയുടെ വാല്യൂ 12 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ക്ലിയർ ആണ് ക്വസ്റ്റ്യൻസ്? ക്ലിയർ ആയി. അപ്പൊ അവിടത്തെ ഇവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ n-1 എടുക്കണം. പിന്നെ വരുന്നത് ആറിന് പകരം y ആവും. പിന്നെ വിയും ഐയും അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് മെട്രിക്സിന്റെ രൂപമായി. എപ്പോഴും ഇതിന്റെ കേസ് എപ്പോഴും മിക്കതും 3 മെഷ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും രണ്ടെണ്ണത്തിന്റെ 2x2 മെട്രിക്സിന്റെ ക്വസ്റ്റൻ ആയിരിക്കും വരെ മിക്കതും. 3 എപ്പോഴും തന്നിട്ടുണ്ടാവും. ആ തരുന്നത് എന്തായാലും തന്നെ ഒന്ന് കുറയ്ക്കുമ്പോൾ 2x2 മെട്രിക്സിന്റെ ഒരു ക്വസ്റ്റൻ ആയിരിക്കും ചെയ്യാം വരിക. എന്നിട്ട് ഇത് നേരത്തെ പോലെ തന്നെ ഇതിനായിട്ട് കോമൺ ആയിട്ട് വരുന്ന ടേമുകളും ഇതിൽ കോമൺ ആയിട്ട് ടേം വരുന്നതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയഗണൽ എലമെന്റ് കിട്ടും. കോമൺ ആയിട്ട് വരുന്നതിന്റെ നെഗറ്റീവ് എടുത്തുകൊണ്ട് ഓഫ് ഡയഗണൽ എലമെന്റ് കിട്ടും. എന്നിട്ട് അത് നേരിട്ട് കാൽക്കുലേറ്റർ കൊടുക്കുക, വാല്യൂ കിട്ടും. തന്നിരിക്കുന്നത് ഏതാണോ ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ അതിനനുസരിച്ചിട്ട് താഴെ അതിന്റെ വാല്യൂ കണ്ടെത്താം. ഇത് ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാം. ഫൈൻഡ് ദ വോൾട്ടേജ് ഓഫ് ദ നോഡ് എന്ന് പറഞ്ഞേക്കണം. മറ്റേ കറണ്ട് ആയിരുന്നു. വോൾട്ടേജ് ചോദിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് വോൾട്ടേജ് ഇത് ഫസ്റ്റ് കറണ്ടും ഇത് സെക്കൻഡ് കേസും. നമുക്ക് 1ന്റെയും 2ന്റെയും രണ്ട് നോഡിന്റെ കേസ് ആണ് പറഞ്ഞത്. ആ നോഡ് രണ്ടും കൂടെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നോഡും ഇത് സെക്കൻഡ് നോഡും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വോൾട്ടേജ് കാണേണ്ട സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ആരോ മാർക്ക് ഇട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ വോൾട്ടേജ് ആണ് വോൾട്ടേജിനായിരിക്കും നമ്മൾ ആരോ മാർക്ക് കാണിക്കാം. അപ്പൊ ഈ ആരോ മാർക്ക് വരുന്ന കേസിൽ ഈ ഫസ്റ്റ് കേസ് ആഡ് ചെയ്തെടുക്കില്ല നമ്മ കോമൺ ആയിട്ട് ഡയഗണൽ വാല്യൂ എടുക്കുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ സമയത്ത് ഈ 1നെ എടുക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് കേസിലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂസ് ലീവ് ചെയ്യുന്ന വാല്യൂസ് എടുക്കണ്ട. ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം y11 ചെയ്യുന്ന സമയത്ത് രണ്ടിലും കോമൺ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്ത് വേണ്ട. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നോഡിനെ ബേസ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ എൻ്റർ ചെയ്യുന്ന പോയിന്റും ഈ ലീവ് ചെയ്യുന്ന പോയിന്റും ഇപ്പുറത്തെ പോയിന്റും ഈ മൂന്നെണ്ണമാണ് നമ്മൾ ആഡ് ചെയ്യാൻ എടുക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഈ പോയിന്റ് വരും, ഇത് രണ്ടും നമ്മൾ എടുക്കാം. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്ത് വേണ്ടെന്ന് പറയണേ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് വാല്യൂ വേണ്ട, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് കേസും അതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്ന വാല്യൂ വേണ്ട, ഒരെണ്ണം മാത്രം മതി. ഇവിടുത്തെ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് കണ്ട ഈ ഒറ്റ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്. ഇവിടെ വരുമ്പോൾ ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്. ഈ 3 പോയിന്റാണ് ഇവിടുത്തെ വി ബിയിലെ എൻട്രിങ് പോയിന്റ്. അപ്പൊ ഇത് നമ്മൾ അങ്ങനെ എടുക്കണം. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കറണ്ട് ത്രൂ എന്ന് പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ത്രൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ആ നോഡിൽ എൻ്റർ ചെയ്യുന്ന നോഡ് നമുക്ക് വേണ്ട, ഇതിൽ ലീവ് ചെയ്യുന്ന നോഡാണ്. ഇതിൽ ലീവ് ചെയ്യുന്ന നോഡും ഇതിൽ എൻ്റർ ചെയ്യുന്ന നോഡും വേണ്ട, ബാക്കിയുള്ളത് മാത്രം ആഡ് ചെയ്താൽ. ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ അടുത്ത ദിവസം കാണാം. അപ്പം 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ക്ലിയർ ആയാലും 2 മെത്തേഡും ക്ലിയർ ആയി. അപ്പൊ നമ്മൾ ചെയ്തത് മെട്രിക്സ് മെത്തേഡും നോഡ് മെട്രിക്സ് മെത്തേഡും ആണ് പറഞ്ഞത്. ഇത് മെഷ് എന്ന് പറയുമ്പോൾ ആ മെഷിനെ ബേസ് ചെയ്ത് നമ്മൾ എടുത്തത്
ഒരു നോഡാവുമ്പോൾ നോഡിന്റെ ബേസ് ചെയ്തിട്ട് എടുക്കുക. നോഡാണ് ഇവിടുത്തെ ഈ നോഡാണ് നോഡില്ല നോഡ് പോയിന്റ് ആണ് നമ്മൾ എടുക്കുക. ഇത് കൂടിച്ചേരുന്ന ഈ മൂന്നും കൂടിച്ചേരുന്ന ആ ഇതിനാണ് നോഡ് എന്ന് പറയുന്നത്. ഈ നോഡിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം നോഡിന്റെ കറണ്ട് മെത്തേഡ് എടുക്കുന്നത്. മെഷ് ആവുമ്പോൾ ഈ ഓരോ മെഷിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ മെട്രിക്സ് രൂപത്തിലേക്ക് ആക്കാം, മെട്രിക്സിന്റെ രൂപത്തിലേക്ക് എടുക്കുക. n എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെഷിന്റെ n എന്ന് പറഞ്ഞത് എത്ര നമ്പർ ഓഫ് മെഷ് ഉണ്ടോ അതാണ് n. നോഡ് വരുമ്പോൾ n-1 ആയിരിക്കും നോഡില് n എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് മെട്രിക്സ് രൂപത്തിലേക്ക് ആക്കാം. ആ മെട്രിക്സ് രൂപത്തിൽ കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് ആൻസർ കണ്ടെത്താം. എന്നിട്ട് I1, I2, I3 വാല്യൂ കൊടുക്കും. ഇത്രേ ഉള്ളൂ. 10 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ആ ഇത് ക്ലിയർ അല്ലേ? ആ രണ്ട് clear. ഓക്കെ. ആ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റുള്ള അടുത്ത ദിവസം എടുക്കാം. ലീവ് ചെയ്തു.